ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി പൊട്ടറ്റോ ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാ കുട്ടികളുടെയും ഫേവറേറ്റ് ആണ് ലേസ് അല്ലേ. അപ്പോൾ ലേസ് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇതുപോലെ ഒരു ദിവസം പൊട്ടറ്റോ ചിപ്സ് വീട്ടിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. വളരെ സിമ്പിളാണ്, നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് വാച്ചിങ് ഗൈസ്. വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുവരെയും പൊട്ടാറ്റോ ചിപ്സ് വീട്ടിലുണ്ടാക്കി നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഇന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നല്ല ക്രഞ്ചി ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സാണ്. ഞാൻ 2 പൊട്ടാറ്റോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ പുറമേയുള്ള സ്കിൻ അങ്ങോട്ട് മാറ്റിയെടുക്കണം. ഇതുപോലൊരു പീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഇത് കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ നൈഫ് വെച്ചിട്ടൊക്കെയാണ് ഇത് കളയുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ചെത്തിക്കളയരുത്, ഇങ്ങനെ ചുരണ്ടി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ പീലർ വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്, കാരണം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ സ്കിന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും വാഷ് ചെയ്യേണ്ട, വെള്ളത്തോട് കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കരുത്. വെള്ളം നന്നായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്ന് മുഴുവൻ ഞാൻ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് സ്കിന്നൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഗ്രേറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ലേസൊക്കെ വാങ്ങുന്ന അതിൻ്റെ ആ ഒരു തിക്നെസ് ആണുള്ളത്. ഈ ബ്ലൂ കളറുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കട്ടി കുറവായിട്ട് കിട്ടും. ഇത് രണ്ടും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പീലർ ഉണ്ടെങ്കിൽ പീലർ വെച്ചിട്ടാണ് നമുക്ക് നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ബ്ലൂ കളറുള്ള ഒരു ഗ്രേറ്റർ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ട് നമുക്ക് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അപ്പം ലേസിനേക്കാളും കുറച്ചുകൂടെ തിക്നെസ് കുറവാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് കേട്ടോ. ഇതാണ്ട് 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ പണ്ട് ഏതോ ഷോപ്പിൽ നിന്നും വാങ്ങിയതാണ്. ഇത്രയും കട്ടി കുറച്ചിട്ട് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരുപാട് സ്പീഡിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രാക്ടീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ വിരലൊക്കെ കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മെതുവെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് അതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ചെറിയ പാട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് സ്പീഡിൽ ചെയ്യരുത്, കൈയുടെ വിരൽ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെ ആ ഒരു പാർട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയെക്കാളും കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കുന്നത് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ്. കുറച്ചുകൂടെ സമയം അത് തണുത്ത് പോകാണ്ടിരിക്കും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം വെച്ച ശേഷം വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കട്ടി തീരെ കുറവായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തു, അങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നവർ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് 2-3 മിനിറ്റ്സ് മതി ഇത് റെഡി ആയിട്ട് കിട്ടാനായിട്ട്. അത്രയും പെട്ടെന്ന് ഇത് ഒരു 2 മിനിറ്റ്സ് ഒക്കെ മതി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് കണ്ടോ. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനിൽ നിന്നും എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ഒരുപാട് എണ്ണ ഇങ്ങനെ അബ്സോർവ് ചെയ്യുന്ന റെസിപ്പി ഒന്നുമല്ല, എണ്ണ വളരെ കുറവ് മതി. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പമുള്ള എണ്ണയും കൂടെ അബ്സോർവ് ആയിട്ട് കിട്ടും. അത്ര എണ്ണയൊന്നും കൂടുതലില്ല. ഇനി ഞാനിത് ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. 2-3 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. എണ്ണയിലേക്ക് ഇട്ടിട്ട് വേറെ ഒരു പരിപാടിക്കും പോകരുത് കേട്ടോ. ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്, കട്ടി തീരെ കുറവാണല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ആക്കി മാറ്റിയെടുക്കാം. ഇത് കുട്ടികളുടെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ലേസൊക്കെ എല്ലാ കുട്ടികൾക്കും അഡിക്റ്റാണ്. ചില പിള്ളേരൊക്കെ ലേസിനല്ലേ. അപ്പോൾ അങ്ങനെ ലേസിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഇതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ലേസ് അങ്ങനെ വേണമെന്നൊന്നും ആരും വാശി പിടിക്കത്തില്ല. അപ്പോൾ അമ്മമാരൊക്കെ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് വാങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കും. ഇവിടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ലേസിനേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ, ശുദ്ധമായ എണ്ണയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇങ്ങനെ എല്ലാ പൊട്ടറ്റോയും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല കരുകരൂ എന്നുള്ള സൗണ്ടാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതുവരെയും പൊട്ടറ്റോ വീട്ടിലുണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോ മാത്രമാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. ഒരു വളരെ കുറച്ച് 1/4 ടീസ്പൂണിനേക്കാളും വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ മുളക് പൊടി ചേർക്കണം എന്നില്ല,
നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. ഞാൻ വളരെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കാം, തട്ടി എടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ വശത്തും ആവും. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ക്രിസ്പിനെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പൊടിച്ച് കാണിച്ചു തന്നത്. അപ്പോൾ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും അവരൊന്ന് ഫ്രഷ് ആകുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരണം. മിക്കവാറും എല്ലാവരും തന്നെ ഫോട്ടോസ് ഇൻസ്റ്റയിൽ അയച്ചു തരാറുണ്ട്. അപ്പോൾ ഫോട്ടോസ് അയച്ചു തരണം. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.